നമസ്കാരം, ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട് ചൂരൽമലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളിയിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകിയതെന്ന് മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് എ.കെ. സുൽത്താൻ. കേരളത്തിൽ മദ്യമൊഴുക്കിനായി പഞ്ചായത്തി രാജ് ചട്ടം അട്ടിമറിച്ചെന്നും എ.കെ. സുൽത്താൻ. ബ്രൂവറിക്കെതിരായ മദ്യനിരോധന സമിതിയുടെ വാർത്താ സമ്മേളനം പാലക്കാട്. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ മദ്യ ഫാക്ടറി നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയത് ഉടൻ പിൻവലിക്കണമെന്ന് SDPI. ജലദൗർലഭ്യ മേഖലയിൽ വെള്ളം മൂറ്റാൻ കുത്തകളെ അനുവദിക്കുന്ന സർക്കാർ നയം മേഖലയെ രൂക്ഷമായ ജലക്ഷാമത്തിലാക്കുമെന്നും SDPI. പദ്ധതി പ്രദേശത്ത് കൊടിനാട്ടി SDPIയുടെ പ്രതിഷേധം. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യൂട്യൂബർ മണവാളൻ പോലീസ് പിടിയിൽ. പിടികൂടിയത് തൃശൂർ സിറ്റി ഷാഡോ പോലീസ്. പ്രതി പിടിയിലായത് കുടകിൽ നിന്ന്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ പദ്ധതിയുമായി CPM ലോക്കൽ കമ്മിറ്റി നടത്തിയ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. ആരോപണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടെന്നും കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം. വാർത്തകൾ വിശദമായി. വയനാട് ചൂരൽമലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകിയതെന്ന് മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് എ.കെ. സുൽത്താൻ. കേരളത്തിൽ മദ്യമൊഴുക്കാനായി സർക്കാർ പഞ്ചായത്തി രാജ് ചട്ടം അട്ടിമറിച്ചെന്നും പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ എ.കെ. സുൽത്താൻ ആരോപിച്ചു. കേരളത്തിൽ മദ്യമൊഴുക്കാനായി സർക്കാർ പഞ്ചായത്തി രാജ് ചട്ടം അട്ടിമറിച്ചെന്നും സുൽത്താൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിൽ മദ്യമൊഴുക്കില്ലെന്നും മദ്യശാലകൾക്ക് അനുമതി നൽകില്ലെന്നും പറഞ്ഞ LDFന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്ത് 29 ബാർ മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ LDF 836 ബാറുകൾക്കാണ് അനുമതി നൽകിയത്. മദ്യമുതലാളിമാർക്ക് വേണ്ടി ഗതാഗത നിയമത്തിലുൾപ്പെടെ സർക്കാർ മാറ്റമുണ്ടാക്കി. ഒയാസിസ് കമ്പനി അനുമതി ലഭിക്കാനായി നൽകിയ അപേക്ഷകളിലും അടിമുടി ദുരൂഹതയാണ്. വരൾച്ച ബാധിത പ്രദേശമായ എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും മദ്യക്കമ്പനിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും സുൽത്താൻ പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം പോലും ഉത്പാദിപ്പിക്കില്ലെന്നാണ്. ഒരു ബാറിനും ഒരു ലൈസൻസും കൊടുക്കില്ലെന്നാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പൊ 836 ബാറുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാദ്യമായിട്ട് ഈ സർക്കാർ ജനവഞ്ചന നടത്തിയത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിനെ ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചുകൊണ്ടാണ് ജനവഞ്ചന നടത്തിയത്. വൈസ് പ്രസിഡന്റ് മാണി പറമ്പത്ത്, K. അബൂബക്കർ, PB ശ്രീനാഥ് കടമ്പഴിപ്പുറം, അബ്ദുൾ ഖുദ്ദൂസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ മദ്യ ഫാക്ടറി നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയത് ഉടൻ പിൻവലിക്കണമെന്ന് SDPI ആവശ്യപ്പെട്ടു. പദ്ധതി പ്രദേശത്ത് കൊടിനാട്ടിയായിരുന്നു SDPIയുടെ പ്രതിഷേധം. ജലദൗർലഭ്യ മേഖലയിൽ നിന്ന് വൻതോതിൽ വെള്ളം മൂറ്റാൻ കുത്തകളെ അനുവദിക്കുന്ന സർക്കാർ നയം മേഖലയെ വൻ ജലക്ഷാമത്തിലേക്കും പ്രതിസന്ധിയിലേക്കും തള്ളിവിടും. ഒയാസിസ് കൊമേഴ്ഷ്യൽ എന്ന കമ്പനിക്കെതിരെ പഞ്ചാബിൽ ജനങ്ങൾ സമരത്തിലാണ്. ഇക്കാര്യം മറച്ചുവെച്ചാണ് സർക്കാർ മദ്യരാജാക്കന്മാർക്ക് പരവതാനി വിരിക്കുന്നത്. അതീവ രഹസ്യമായി നടത്തിയ നീക്കങ്ങൾ പ്രദേശവാസികൾ അറിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. മദ്യ കമ്പനിക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ നടത്തിയ നീക്കങ്ങൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കൃഷിഭൂമിയായിരുന്ന പ്രദേശത്ത് എങ്ങനെയാണ് ഒരു കൂറ്റൻ ജലമൂറ്റൽ കേന്ദ്രത്തിന് അനുമതി നൽകിയത് എന്നത് ദുരൂഹമാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെയും തദ്ദേശ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ കള്ളക്കളികളിൽ പങ്കുണ്ട്. അഴിമതിക്ക് വാതിൽ മലർത്തിയിട്ട് ജനദ്രോഹ നടപടികൾക്ക് ഒത്താശ ചെയ്യുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി SDPI മുന്നോട്ടു പോകുമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം, വൈസ് പ്രസിഡന്റ് ഷരീഫ് അത്താനിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഇല്ലിയാസ് കാവിൽപ്പാട്, സുബൈർ ആലത്തൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ ധാരണ ഉള്ളതാണ്. അവിടെ തന്നെയാണ് നിലവിൽ ഒരു മദ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. തീർത്തും നിഷേധമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് ഒളിവിൽ പോയിരുന്ന യൂട്യൂബർ മണവാളൻ പോലീസ് പിടിയിലായി. കുടകിൽ നിന്ന് തൃശൂർ സിറ്റി ഷാഡോ പോലീസാണ് പിടികൂടിയത്. ഇയാൾ ഒളിവിൽ പോയതോടെ തൃശൂർ വെസ്റ്റ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. തൃശൂർ എരനല്ലൂർ സ്വദേശിയാണ് മുഹമ്മദ് ഷാഹിൻ ഷാ എന്ന 26-കാരൻ. യൂട്യൂബിൽ 15 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലുടമയാണ്.
കേരളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്നെത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPIM ലോക്കൽ കമ്മിറ്റി നടത്തിയ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഷ്ട്രീയ നാടകമെന്നും നേതാക്കൾ ആരോപിച്ചു. പദ്ധതിയിൽ നിന്നും മുഴുവൻ പേർക്കും കണക്ഷൻ നൽകി പദ്ധതി ഉടൻ ആരംഭിക്കണമെന്നും പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ടെൻഡർ കൊടുത്തതും കരാറുകാരനെ നിശ്ചയിച്ചതും മേൽനോട്ടം വഹിക്കുന്നതും സർക്കാർ നിയോഗിച്ച വാട്ടർ അതോറിറ്റിയാണെന്നിരിക്കെ പിന്നെ എന്ത് അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് CPM വ്യക്തമാക്കണം. യാഥാർത്ഥ്യത്തിൽ ഈ ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നത്, അതിന്റെ ടെൻഡർ വിളിക്കുന്നതും കരാറുകാരനെ നിശ്ചയിക്കുന്നതും അതിന് ഫണ്ട് നൽകുന്നതും എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ നേരിട്ടാണ്. പഞ്ചായത്തിന് അതിൽ യാതൊരുവിധ തരത്തിലുള്ള കൈകടത്തലും അനുവദനീയമല്ല. എന്നിരുന്നാലും രാഷ്ട്രീയ പ്രേരിതമെന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് ഈ 4 വർഷക്കാലം ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടും ഈ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ അവർ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. സത്യത്തിൽ ഇതിൽ യാതൊരുവിധ കഴമ്പുമില്ല. കാരണം പഞ്ചായത്തിന് യാതൊരു കാരണവശാലും യാതൊരു തരത്തിലുള്ള കൈവടത്തലുകളും ഇതിൽ സാധ്യമല്ല എന്നുള്ള സത്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. ജൽജീവൻ പദ്ധതി പ്രവർത്തികളിൽ അഴിമതിയാണെന്ന് CPM കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ, മണ്ഡലം പ്രസിഡന്റ് അച്യുതൻകുട്ടി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് NK അഖിൽ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV രമേശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതേസമയം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും മാർച്ചിനകം മുഴുവൻ പേർക്കും കണക്ഷൻ കൊടുത്ത് പദ്ധതി പ്രാവർത്തികമാക്കാനാണ് ഭരണസമിതി തീരുമാനമെന്നും MN ഗോകുൽദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സമരപ്രഖ്യാപനവുമായി ചെറുതുരുത്തി കലാമണ്ഡലം മുൻ അധ്യാപകർ. ശമ്പള കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 24 തീയതി മുതൽ നടത്താനിരിക്കുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി കലാമണ്ഡലത്തിന് മുൻപിൽ സമരത്തിന്റെ കേളികൊട്ട് നടന്നു. കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകരാണ് കുടിശ്ശിക തീർത്തു നൽകാത്തതിനെ തുടർന്ന് സമരപ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. UGC അംഗീകരിച്ച 6ാം ശമ്പള പരിഷ്കരണ നിയമത്തിൽ ഉൾപ്പെട്ട റിട്ടയേർഡ് അധ്യാപകർക്കാണ് ശമ്പള കുടിശ്ശിക നൽകിയില്ലെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 6ാം ശമ്പള പരിഷ്കരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടതുകൊണ്ടുതന്നെ 2007 ജൂൺ മുതലുള്ള ശമ്പള കുടിശ്ശികയും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിച്ചില്ല എന്നാണ് വിരമിച്ച അധ്യാപകർ പറയുന്നത്. UGC 7ാം ശമ്പള പരിഷ്കരണം അനുവദിച്ച് ഉത്തരവായപ്പോൾ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ശമ്പള കുടിശ്ശിക തീർത്തു നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായിട്ടും കലാമണ്ഡലത്തിൽ അത്തരത്തിലൊരു നടപടി കൈക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കലാമണ്ഡലത്തിലെ റിട്ടയേർഡ് അധ്യാപകർ സമരപ്രഖ്യാപനം നടത്തിയത്. ഫെബ്രുവരി 24 തീയതി മുതൽ അനിശ്ചിതകാല സമരമാണ് അധ്യാപകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി ജനുവരി 21 തീയതി കലാമണ്ഡലത്തിന് മുന്നിൽ സമരത്തിന്റെ കേളി കൊട്ട് നടന്നു. കലാമണ്ഡലത്തിന് മുൻപിൽ നടന്ന പരിപാടി കലാമണ്ഡലം OK അംബിക അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം M ഉണ്ണികൃഷ്ണൻ, കലാമണ്ഡലം K കറുപ്പുസ്വാമി, കലാമണ്ഡലം K കുട്ടിനാരായണൻ എന്നിവർ ചേർന്ന് കേളി കൊട്ടോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചു. കലാമണ്ഡലം S ഗോപകുമാർ, കോങ്ങാട് മധുസൂദനൻ, കലാമണ്ഡലം PV ഈശ്വരനുണ്ണി, കലാമണ്ഡലം VK ഹൈമാവതി, കലാമണ്ഡലം PN ഗിരിജ, കലാമണ്ഡലം സൂര്യനാരായണൻ, കലാമണ്ഡലം M കൃഷ്ണകുമാർ, കലാമണ്ഡലം സുജാത, കലാമണ്ഡലം N ശിവരാമൻ, കലാമണ്ഡലം C ശിവദാസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. 6ാം പദ്ധതിയുടെ 6ാം ശമ്പളത്തിന്റെ ECR കമ്മ്യൂട്ടേഷൻ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഈ വിഷയങ്ങൾ സാമാന്യ നീതിയുടെ ഭാഗമായി കേരളത്തിലെ മറ്റുള്ളവർ അനുഭവിച്ച ആനുകൂല്യങ്ങൾ നമ്മൾക്കും തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കലാമണ്ഡലം വൈസ് ചാൻസലർമാർക്കും അവിടെ ബഹുവചനമാണ്. കാരണം ഒന്നിലധികം വൈസ് ചാൻസലർമാർ വന്നുപോയി എന്നുള്ളതുകൊണ്ട് തന്നെ നിവേദനങ്ങൾ നൽകിയതാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള കർഷക സംഘം മണ്ണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് U രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഈ നിയമം മാറ്റാനുള്ള സംഘടിതമായ പോരാട്ടം തുടരുക എന്നതാണ് രണ്ടാമത്തെ പോംവഴി. അതുകൊണ്ട് ഇതിനെതിരെ ലക്ഷക്കണക്കിന് കൃഷിക്കാരെ അണിനിരത്തിയുള്ള വലിയ സമരത്തെ സംബന്ധിച്ച്
കേരളത്തിലെ കർഷക സംഘം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് ശേഷം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അതാണ്. നെല്ല് സംഭരണത്തിൽ വരുന്ന അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ ഇതിനകം കർഷക സംഘത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിലും ജില്ലാ നേതൃത്വത്തിലും നാം നടത്തിയവരാണ്. അങ്ങനെയാണ് പാലക്കാട് കളക്ടറേറ്റിൽ നമ്മൾ സമരം നടത്തിയത്. AVM റസാഖ് അധ്യക്ഷത വഹിച്ചു. CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, V മോഹനൻ, PK ഉണ്ണികൃഷ്ണൻ, മുരളി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, AA ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക സംഘം മണ്ണൂർ പഞ്ചായത്ത് സെക്രട്ടറി MC വിശ്വം സ്വാഗതവും രമേശ് TS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ LP വിഭാഗത്തിനായി നോവ ഫെസ്റ്റ് ഫന്റാസ്റ്റിയ സംഘടിപ്പിച്ചു. മൗണ്ട് സീന ഗ്രൂപ്പ് CEO KK മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. All of you are actively participating in this program. You will enjoy everything. Okay. So, let me inaugurate this function in the name of God. Bismillahirrahmanirrahim. മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KS വിനോദ് അധ്യക്ഷത വഹിച്ചു. തുടർച്ചയായ 3-ാം വർഷം മിമിക്രി, മോണോ ആക്ട് എന്നിവയിൽ സംസ്ഥാന കലോത്സവ വിജയിയായ മുഹമ്മദ് നയീം CS മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ് നയീമിനുള്ള ഉപഹാരം മാനേജർ അബ്ദുൾ സലാം K ചടങ്ങിൽ കൈമാറി. മൗണ്ട് സീന മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ പത്തിരിപ്പാല, മൗണ്ട് സീന ITI പ്രിൻസിപ്പൽ ഇൻചാർജ് സിദ്ദിഖ് എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. UP വിഭാഗം പ്രധാനാധ്യാപിക ഖദീജ, മോണ്ടിസ്റ്റോറി പ്രധാനാധ്യാപിക രജനി, പ്രോഗ്രാം കൺവീനർ അഹമ്മദ് കുട്ടി, ആർട്സ് കൺവീനർ ബിനിത എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ സ്വാഗത നൃത്തം, മാർച്ചിംഗ് ഡാൻസ്, ഒപ്പന എന്നിവ അരങ്ങേറി. UP വിഭാഗം വൈസ് പ്രിൻസിപ്പൽ വിൻസെന്റ് KS സ്വാഗതവും മൗണ്ട് സീന LP വിഭാഗം പ്രധാനാധ്യാപകൻ ബൽക്കീസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന യുവജനോത്സവത്തിൽ ലളിതഗാനം, സംസ്കൃതകാലാപനം എന്നീ ഇനങ്ങളിൽ തുടർച്ചയായ 3-ാം തവണയും A ഗ്രേഡ് നേടിയ കേരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ M ശ്രീഹരിയെയും അധ്യാപകൻ AT ഹരിപ്രസാദിനെയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഷീബ സുനിൽ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും കുടുംബാന്തരീക്ഷം ഇത് വലിയൊരു ഘടകമാണ്. നമ്മൾ ഓരോ വിദ്യാർത്ഥികൾ പഠിത്തമായും കലാപരമായും ഏത് പരമായ കഴിവുകൾ തെളിയിക്കണമെങ്കിൽ അവരുടെ കുടുംബത്തിൽ സപ്പോർട്ട് തീർച്ചയായും എന്നാലാണ് അവർക്ക് ഒരു മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഈ കാര്യങ്ങൾ നേരിട്ടെടുക്കാൻ സാധിക്കുള്ളൂ. ഒരു അരിമാഷാരെ പറയാം, അരിമാഷാണ് പോയെന്ന് ടീച്ചർ പറഞ്ഞു. അരിമാഷ കമ്പ്യൂട്ടർ പോലെ ഞാൻ കണ്ടു. അല്ലെങ്കിൽ സഹോദരനെ പോലെ ഒരു മാഷയെ പോലെ സ്വീകരിച്ച് മോട്ടിവേഷൻ കൊടുത്ത് നേതൃത്വം കൊടുത്ത് സംസ്ഥാന സ്കൂൾ ആ കലോത്സവത്തിൽ പങ്കെടുത്ത് തീർച്ചയായും ഒപ്പം നിന്നുകൊണ്ട്. PTA പ്രസിഡന്റ് KA ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ P രാജീവ്, മാനേജ്മെന്റ് പ്രതിനിധി KP സുഭദ്ര ടീച്ചർ, പ്രിൻസിപ്പൽ NS സീനു, പ്രധാനാധ്യാപിക P രാധിക, സ്റ്റാഫ് സെക്രട്ടറി KK തുളസിദേവി, മുണ്ടഞ്ചേരി മോഹൻദാസ്, ITL ഗ്രൂപ്പ് ന്യൂ ചോയ്സ് ലേസർ മാനേജർ RC നായരാണ് ഫലകം സ്പോൺസർ ചെയ്തത്. അധ്യാപകരായ VM നൌഷാദ്, K കൃഷ്ണൻകുട്ടി, R കവിത, K സജിൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ചൂരൽമലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളിയിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകിയതെന്ന് മദ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് AK സുൽത്താൻ. കേരളത്തിൽ മദ്യമൊഴുക്കിനായി പഞ്ചായത്തി രാജ് ചട്ടം അട്ടിമറിച്ചെന്നും AK സുൽത്താൻ. ബ്രൂവറിക്കെതിരായ മദ്യനിരോധന സമിതിയുടെ വാർത്താ സമ്മേളനം പാലക്കാട്. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിയിൽ മദ്യ ഫാക്ടറി നിർമ്മിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയത് ഉടൻ പിൻവലിക്കണമെന്ന് SDPI. ജലദൗർലഭ്യ മേഖലയിൽ വെള്ളം മൂറ്റാൻ കുത്തകളെ അനുവദിക്കുന്ന സർക്കാർ നയം മേഖലയെ രൂക്ഷമായ ജലക്ഷാമത്തിലാക്കുമെന്നും SDPI. പദ്ധതി പ്രദേശത്ത് കൊടിനാട്ടി SDPIയുടെ പ്രതിഷേധം. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച യൂട്യൂബർ മണവാളൻ പോലീസ് പിടിയിൽ. പിടികൂടിയത് തൃശൂർ സിറ്റി ഷാഡോ പോലീസ്. പ്രതി പിടിയിലായത് കുടകിൽ നിന്ന്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ ജൽജീവൻ പദ്ധതിയുമായി CPM ലോക്കൽ കമ്മിറ്റി നടത്തിയ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്ന് കോൺഗ്രസ്. ആരോപണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടെന്നും കോൺഗ്രസ്. ആരോപണം നിഷേധിച്ച മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.